കുറച്ച് പാമ്പുകടി മരണങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരണപ്പെടുന്ന ചില നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പാമ്പുകടിയെ പറ്റി വളരെയധികം ആശങ്കാകുലരാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, കേരളത്തിൽ കാണപ്പെടുന്ന മിക്ക പാമ്പുകൾക്കും വിഷമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. 80% പാമ്പുകൾക്കും വിഷം ഉണ്ടാകില്ല. നമ്മൾ ഈ പറയുന്ന ചേരയാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നീർക്കോലി എന്ന് വേണ്ട ഈ മരത്തിലൊക്കെ കാണുന്ന പാമ്പുകൾ, പച്ചിലപ്പാമ്പ് തുടങ്ങിയ ഒരു പാമ്പിനും വിഷമില്ല. വിഷമുള്ള പാമ്പുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 80% പാമ്പുകൾക്കും വിഷമില്ല. വിഷമുള്ള പാമ്പുകൾ പോലും പലപ്പോഴും കടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിഷം കുത്തിവെക്കണമെന്നില്ല. ഒന്ന്, ഇത് ഭക്ഷണമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ കടിക്കുന്നതെങ്കിൽ വിഷം ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, തൊട്ടു മുമ്പ് ഏതെങ്കിലും ഒരു ജീവിയെ അത് വിഷത്തോടു കൂടി കടിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ വിഷം തീർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വിഷം കടന്നു ചെല്ലാനുള്ള സാധ്യതയില്ല. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ ഒരു വർഷം ഏതാണ്ട് ഒരു 4000-ഓളം പാമ്പ് കടിയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൽ 90%-ലധികവും വിഷമുള്ള പാമ്പുകളല്ല, അല്ലെങ്കിൽ പാമ്പ് കടിയുടെ സമയത്ത് വിഷം ഉണ്ടായിരുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. ഈ ഒരു അറിവ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതേസമയം ഏത് സമയത്തും പാമ്പ് കടിക്കാവുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം കേരളം ഒരു ഉഷ്ണമേഖലാ പ്രദേശമാണ്. വളരെയധികം ചൂടും നനവും അതോടൊപ്പം തന്നെ ചെടികളുടെ സാന്നിധ്യവും ഒക്കെ ചേർന്നിട്ട് പാമ്പിന്റെ ആവാസ വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമുക്ക് പാമ്പ് കടി ഏൽക്കാം. ചിലപ്പോൾ നമ്മൾ വയലിലൂടെ നടക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന വിറകിന്റെ ഇടയിൽ നിന്നായിരിക്കും, ചില സമയത്താണെങ്കിൽ നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും വീട്ടിനുള്ളിൽ കടന്നു വന്ന് പാമ്പ് കടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാമ്പ് കടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പക്ഷേ വിഷം ഉണ്ടാകാനുള്ള സാധ്യത കുറവുമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു പാമ്പ് കടിയെ അതിനെ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ സമീപിക്കാൻ. അതായത് ഒരാളെ പാമ്പ് കടിച്ചു കഴിയുമ്പോൾ നമുക്ക് പാമ്പ് കടിച്ചു അല്ലെ പാമ്പ് കടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പാമ്പിനെ ആരും കണ്ടില്ല, പക്ഷെ പെട്ടെന്ന് ശരീരത്തിൽ ഒരു മുറിവ് പോലെ കണ്ടു, എന്തോ കടിച്ചതുപോലെ തോന്നി, അല്ലെങ്കിൽ എന്തോ ഇഴഞ്ഞു പോകുന്നത് പോലെ നമുക്ക് തോന്നി. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അത് പാമ്പ് കടിയാണ് എന്ന് വിചാരിക്കുന്നത് തന്നെയാണ് നല്ലത്. പാമ്പ് കടിച്ച ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും വൈദ്യസഹായം തേടുന്നതിനും അത് വിഷമുള്ള കടിയാണ് എന്ന് തന്നെ വിചാരിക്കണം. അതേസമയം അയാളെ ആശ്വസിപ്പിക്കുന്നതിന് അത് വിഷമില്ലാത്ത കടിയാണ് എന്ന് വിചാരിക്കണം. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വിഷമില്ലാത്ത കടിയാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അമാന്തം കാണിക്കാൻ പാടില്ല. അയാളെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണം. അതേസമയം അയാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പാമ്പ് കടിയെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ മിക്ക പാമ്പുകൾക്കും വിഷമില്ല എന്നുള്ള കാര്യവും, വിഷപ്പാമ്പ് കടിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ വിഷം കടന്നെത്തണം എന്നില്ല എന്നുള്ള കാര്യവും ഒക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം പാമ്പ് കടിക്കുമ്പോൾ ഒന്ന് ഭയന്ന്, മനുഷ്യന് ഏറ്റവും ഭയമുള്ള ജീവിയാണ് പാമ്പ്. അതുകൊണ്ട് തന്നെ ആള് പാമ്പ് കടിച്ചു എന്നുള്ള ആ ഒരു തോന്നലുകൊണ്ട് തന്നെ ആൾ ഭയന്ന് അയാൾ ഹൃദയാരോഗ്യം മോശമായിട്ട് തന്നെ ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഭയന്നിരിക്കുന്ന സമയത്ത് രക്തചംക്രമണത്തിന്റെ വേഗത കൂടുന്നത് കൊണ്ട് വിഷം വളരെ വേഗത്തിൽ ശരീരത്തിൽ പ്രവേശിക്കുകയും വ്യാപിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാമ്പ് കടിച്ച ആളെ സമാധാനിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് സത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാഥമിക ശുശ്രൂഷ. അതോടൊപ്പം തന്നെ പാമ്പ് കടിച്ച ഭാഗം അനക്കാതെ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാമ്പ് കടിച്ച ആളെ നടക്കാൻ അനുവദിക്കരുത്. അയാളെ എവിടെയെങ്കിലും കിടത്തുക. കാലാണെങ്കിലും കൈയാണെങ്കിലും ഏത് ഭാഗമാണെങ്കിലും അവിടെ അനങ്ങാതെ വെക്കുക. ആ പ്രദേശത്ത് പാമ്പ് കടിച്ച ഇടത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. പലപ്പോഴും പല ആളുകളും പറയുന്നത് അവിടെ മറ്റൊരു മുറിവ് കൂടി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷെ പലപ്പോഴും മറ്റൊരു മുറിവ് കൂടി ഉണ്ടാക്കുമ്പോൾ ആ മുറിവിലൂടെ രക്തസ്രാവം വന്ന് ആൾ അപകടപ്പെടാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, പാമ്പുകടി ഉണ്ടായ സ്ഥലത്ത് പിന്നീട് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും നമ്മളായിട്ടൊരു മുറിവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ചില ആളുകളോട് ഐസ് വയ്ക്കാനുള്ള പറയാറുണ്ട്. ചിലപ്പോൾ പച്ചമരുന്ന് അരച്ചു പുരട്ടാൻ പറയാറുണ്ട്. അവിടെ ഒന്നും തന്നെ ചെയ്യരുത്. ഒരു മരുന്നും നമ്മൾ ഉപയോഗിക്കരുത്. അത് മോഡേൺ മെഡിസിൻ ആണെങ്കിലും പച്ചല മരുന്നാണെങ്കിലും ഒരു മരുന്നും തന്നെ ആ ഭാഗത്ത് ഉപയോഗിക്കരുത്. അവിടെ കെട്ടാനും പാടുള്ളതല്ല. കാരണം കെട്ടിന്റെ മുറുക്കം പലപ്പോഴും കൂടി പോവുകയും ആ ഭാഗം തന്നെ പിന്നീട് ഗാംഗ്രീൻ വന്നിട്ട് നശിച്ചു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എയ്ഡ് അല്ലെ പ്രാഥമിക ശുശ്രൂഷ ആളെ സമാധാനിപ്പിക്കുക എന്നുള്ളതും ആ ഭാഗം അനങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ളതും വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും വലിയ പ്രാഥമിക ശുശ്രൂഷ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ പലപ്പോഴും പാമ്പ് കടിക്കുമ്പോൾ ഉറങ്ങി കിടക്കുമ്പോഴായിരിക്കും
ഒരുപക്ഷെ അമ്മ കുഞ്ഞിനെ പാമ്പ് കടിച്ചത് കണ്ടിട്ടോ അല്ലെങ്കിൽ കുഞ്ഞ് കടന്ന് കരയുന്നത് കേട്ടിട്ടോ ഒക്കെ ആയിരിക്കും ഉണരുക. പാമ്പ് കടിച്ച സ്ഥലത്ത് ഒരുപാട് ആൾക്കാരുണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ സഹായത്തിന് വേണ്ടി വിളിക്കുകയോ നിലവിളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ചില സമയത്ത് അതൊക്കെ ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് തന്നെ ആളെ ആശുപത്രിയിൽ എത്തിക്കുക, ആ ഭാഗം അനങ്ങാതെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഏത് ആശുപത്രി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. താലൂക്ക് ആശുപത്രി, സർക്കാർ ആശുപത്രിയാണെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ താഴെ അല്ലാത്ത ഒരു ആശുപത്രിയിലേക്ക് വേണം നമ്മൾ ആളെ കൊണ്ടുപോകാൻ. തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കല്ല പാമ്പ് കടിച്ച ആളെ കൊണ്ടുപോകേണ്ടത്. താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അല്ലെങ്കിൽ വലിയ പ്രൈവറ്റ് ആശുപത്രികൾ. തൊട്ടടുത്തൊരു പ്രൈവറ്റ് ആശുപത്രിയാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകാം. പക്ഷെ അത് വലിയ പ്രൈവറ്റ് ആശുപത്രി ആയിരിക്കണം. അപ്പൊ പലപ്പോഴും നമുക്ക് ഒരു സംശയം വരും, ഏത് ആശുപത്രിയിലാണ് പാമ്പിനെതിരെയുള്ള വിഷചികിത്സ ഉള്ളത്, ഏത് ആശുപത്രിയിലാണ് ഇല്ലാത്തത് എന്നുള്ള ഒരു സംശയം വരും. അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം കേരള സർക്കാരിന്റെ തന്നെ, കേരള സർക്കാർ വനം വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള സർപ്പ എന്നുള്ള പേരിലുള്ള ഒരു ആപ്പ്, മൊബൈൽ ആപ്പ് ഇപ്പൊ ലഭ്യമാണ്. ആ മൊബൈൽ ആപ്പിൽ ഏതെല്ലാം ആശുപത്രികളിലാണ് ആന്റിവെനം ചികിത്സ ലഭ്യമായിട്ടുള്ളത് എന്നുള്ളത് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ആ പാമ്പിനെ അവിടെ നിന്ന് ഒരു പ്രദേശത്ത് മുറിയിൽ നിന്നും പാമ്പ് കടിയേറ്റു, അവിടെ പാമ്പുണ്ടോ എന്ന് സംശയമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പാമ്പിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ സഹായിക്കുന്ന റെസ്ക്യൂർമാരുടെ സഹായം, അത് അങ്ങനെ പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സഹായവും നമുക്ക് സർപ്പ ആപ്പ് വഴി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അവരുടെ മൊബൈൽ ഫോണിൽ സർപ്പ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അപ്പൊ സർപ്പ ആപ്പിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും തൊട്ടടുത്ത് ആന്റിവെനം ചികിത്സ ലഭ്യമായിട്ടുള്ള ഇടത്തേക്കാണ് നമ്മൾ രോഗിയെ കൊണ്ടുപോകേണ്ടത്. തൊട്ടടുത്ത് തന്നെ ഒന്നിലധികം ആശുപത്രികൾ ഉണ്ടെങ്കിൽ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും പാമ്പ് വിഷം വളരെയധികം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ രക്ഷാ ഉപാധികളായിട്ടുള്ള മറ്റ് വെന്റിലേറ്റർ സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലപ്പോഴും വലിയ ആശുപത്രിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തൊട്ടടുത്തുള്ള വലിയ ആശുപത്രിയിലാണ് നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല അന്ധവിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിലൊന്ന്, കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷബാധ കുറയും എന്ന് ചില ആളുകളെങ്കിലും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കടിച്ച പാമ്പിനെ തിരിച്ചു കടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും ഇല്ല എന്ന് മാത്രമല്ല, പലപ്പോഴും രണ്ടാമതൊരു കടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ആ പാമ്പിനെ തിരിച്ചു കടിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയോ പോകേണ്ടതില്ല. എന്ന് മാത്രമല്ല, ആ പാമ്പിനെ തേടി പോകരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഈ പാമ്പ് ഏതാണ് എന്ന് കണ്ടെത്തി ആ പാമ്പുമായിട്ട് ആശുപത്രിയിൽ വന്നാൽ ഡോക്ടർക്ക് പാമ്പ് ഏതാണ് എന്നറിഞ്ഞ് ചികിത്സിക്കാനായിട്ട് കഴിയും എന്നുള്ളത് കൊണ്ട് രോഗിയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോലും ആളുകൾ പാമ്പിനെ തേടി നടക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു കാരണവശാലും ചെയ്യരുത്. കാരണം ഡോക്ടർമാര് പാമ്പിനെ നോക്കിയിട്ടല്ല പാമ്പിന്റെ ചികിത്സ നിശ്ചയിക്കുന്നത്. പലപ്പോഴും ആ പ്രദേശത്ത് നമ്മൾ തേടുന്ന സമയത്ത് കടിച്ച പാമ്പിനെ ആയിരിക്കില്ല, ഒരുപക്ഷെ കടിച്ചത് ചേരയാണെങ്കിലും ഒരുപക്ഷെ ഒരു വയലിന്റെ ഭാഗത്ത് തേടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു മൂർഖനെ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും വെച്ചിട്ടല്ല ഡോക്ടർമാർ ചികിത്സ നിർണ്ണയിക്കുക. പ്രധാനമായിട്ടും ഡോക്ടർമാർ ചികിത്സ നിർണ്ണയിക്കുന്ന 2-3 ഘടകങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന്, രോഗിക്ക് ഈ വിഷം ഉള്ളിൽ ചെന്നതിന്റെ ഏതെങ്കിലും ലക്ഷണം, കടിച്ച ഭാഗത്ത് വീക്കം പോലെ കാണപ്പെടുക, അവിടെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. മറ്റൊന്ന്, ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ അണലി വർഗത്തിലുള്ള പാമ്പുകളാണ് കടിച്ചതെങ്കിൽ രക്തസ്രാവത്തിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ രക്തം വല്ലതും വരികയാണെങ്കിൽ വിഷം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു തെളിവാണ്. അതോടൊപ്പം തന്നെ മൂർഖൻ അല്ലെങ്കിൽ ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കട്ടൻ എന്ന് പറയുന്ന പാമ്പൊക്കെ ന്യൂറോടോക്സിക് ആണ്. തലച്ചോറ് എന്ന് പറയുന്നതിനേക്കാളും സാങ്കേതികമായിട്ട് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ലക്ഷണങ്ങളാണ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഉറക്കം തൂങ്ങുന്നത് പോലെ കണ്ണടഞ്ഞടഞ്ഞു വരിക, രണ്ടായിട്ട് കാണുക, ഡിപ്ലോപ്പിയ നമ്മൾ പറയും, രണ്ടായിട്ട് കാണുക, ശ്വാസ തടസ്സം അനുഭവപ്പെടുക തുടങ്ങിയൊക്കെ ഈ പറഞ്ഞ ഈ ന്യൂറോട്രോപ്പിക് ആയിട്ടുള്ള നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് ശാരീരിക ലക്ഷണങ്ങൾ. ശാരീരിക ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടമായില്ലെങ്കിൽ പോലും രക്തം കട്ടപിടിക്കുന്നതിന്റെ വേഗത കുറയുന്നു എന്ന് തോന്നിയാൽ അതിന് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പാമ്പ് കടിച്ച് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ രക്തം ഒരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിക്കുകയും എത്ര വേഗത്തിൽ രക്തം കട്ടപിടിക്കുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയും ശരീരത്തിൽ ചെറിയ സൂചി കൊണ്ട് ചെറിയ മുറിവുണ്ടാക്കിയിട്ട് എത്ര വേഗത്തിലാണ് രക്തം പൊടിയുന്നത് നിൽക്കുന്നത് എന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യാവുന്ന പല ടെസ്റ്റുകൾ ചെയ്യും. അതനുസരിച്ച് രക്തം കട്ടപിടിക്കുന്ന വേഗത കുറയുന്നു, രക്തം ഒരൽപ്പം കട്ടപിടിക്കാൻ താമസിക്കുന്നു എന്ന് തോന്നിയാലും ആന്റിവെനം ചികിത്സ നൽകും. അപ്പൊ ഇത്തരത്തിലാണ് ആന്റിവെനം ചികിത്സ ഏത് വേണം അല്ലെങ്കിൽ ചികിത്സ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. കടിച്ച പാമ്പിനനുസരിച്ചിട്ടല്ല ചികിത്സ,
വിഷം ഉള്ളിൽ ചെന്നോ ഇല്ലയോ എന്നുള്ളത് മാത്രം നോക്കിയിട്ടാണ് ചികിത്സ. അതുകൊണ്ട് തന്നെ പാമ്പിനെ തേടി പോകുന്നത് കൊണ്ടോ പാമ്പിനെയും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ടോ വളരെ വലിയൊരു ഗുണമൊന്നും പ്രത്യേകിച്ചുണ്ടാവില്ല. അപ്പൊ ആന്റിവെനം ചികിത്സയെ പറ്റിയിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന 4 തരം പാമ്പുകൾക്കെതിരെയുള്ള വിഷമാണ് നമ്മൾ ആന്റിവെനം എന്ന് പറയുന്ന. ആ വിഷത്തിനെതിരെയുള്ള പ്രത്യൗഷധത്തിനെയാണ് നമ്മൾ ആന്റിവെനം എന്ന് പറയുക. ഈ 4 പാമ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് മൂർഖൻ, രണ്ടാമത്തത് ചേനത്തണ്ടൻ എന്ന് പൊതുവെ കേരളത്തിന്റെ തെക്കൻ ഭാഗത്ത് പറയുന്ന റസൽസ് വൈപ്പർ എന്ന് പേരുള്ള ഒരു അണലി, മറ്റൊന്ന് ശംഖുവരയൻ എന്ന് തെക്കോട്ടും വെള്ളിക്കട്ടൻ എന്ന് വടക്കോട്ടും ഒക്കെ പറയുന്ന മറ്റൊരു തരം ചെറിയ പാമ്പ്, നാലാമത്തത് സ്വാസ്കെയിൽഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ടമണ്ഡലി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ മറ്റ് കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലാണ് കൂടുതലായിട്ട് ഈ ചുരുട്ടമണ്ഡലിയുടെ കടി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇങ്ങനത്തുള്ള 4 പാമ്പുകളാണ് എതിരെയുള്ള വിഷമാണ്, അല്ലെങ്കിൽ ആ വിഷത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യൗഷധമാണ് നമ്മൾ ആന്റിവെനം എന്ന് പറയുക. ഇത് കൂടാതെ വിഷമുള്ള ജാതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്ന് രാജവെമ്പാല എന്നുള്ള പാമ്പാണ്. രാജവെമ്പാല എന്നുള്ള പാമ്പിന് നമുക്കറിയാം, അത് പ്രത്യേകിച്ചും വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ മരണം സംഭവിക്കാം എന്നുള്ളതുകൊണ്ടും നമ്മുടെ നാട്ടിലെ ആളുകളെ, മനുഷ്യരെ രാജവെമ്പാല കടിക്കാനുള്ള സാധ്യത ഇന്ത്യയിൽ തന്നെ ചരിത്രത്തിൽ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 3 4 രാജവെമ്പാല കടികൾ മാത്രമാണ്. കേരളത്തിൽ ഒരു രാജവെമ്പാല കടി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത്തരത്തിൽ കടിയേൽക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാജവെമ്പാലയ്ക്കെതിരെയുള്ള ആന്റിവെനം പൊതുവിൽ ആരും സൂക്ഷിക്കാറില്ല. കടൽപ്പാമ്പ് ഇത്തരത്തിൽ വിഷമുള്ള ഒരു പാമ്പാണ്, അതിനെതിരെയുള്ള ആന്റിവെനം ഇല്ല. മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഈ മറ്റ് ചില അണലികൾ, നമ്മൾ പിറ്റ് വൈപ്പർ എന്ന് പറയും, ആ വിഭാഗത്തിൽപ്പെടുന്ന അണലികൾക്കെതിരെയും ആന്റിവെനം ഇല്ല. പക്ഷെ ഈ പിറ്റ് വൈപ്പറിന്റെ വിഷം ഈ പറഞ്ഞ ബിഗ് 4 എന്ന് പറഞ്ഞ 4 ആൾക്കാരുടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറയാം, മൂർഖൻ, 2 തരം അണലികൾ, ശംഖുവരയൻ, ഈ 4 പാമ്പുകളുടെ ഉള്ള അത്ര വിഷം ഈ പിറ്റ് വൈപ്പർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന അണലികൾക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൾ അപകടപ്പെടാനുള്ള സാധ്യത കുറവാണ്. അഥവാ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ദീർഘകാലത്തേക്കുള്ള ചികിത്സയൊക്കെ വേണ്ടി വരും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഏത് പാമ്പാണെങ്കിലും നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുവരണം. പക്ഷേ പ്രധാനമായിട്ട് ആന്റിവെനം ചികിത്സ കൊടുക്കുന്നത് ഈ 4 പാമ്പുകൾക്കെതിരെയുള്ള വിഷം, അത് ഏത് പാമ്പാണ് എന്ന് അറിഞ്ഞിട്ടല്ല, വിഷം ഉള്ളിൽ ചെന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കുക. ആന്റിവെനം ചികിത്സ അത്ര അപകടമില്ലാത്തൊരു ചികിത്സയല്ല. അതുകൊണ്ട് വിഷമുള്ള പാമ്പുകൾക്കും വിഷമില്ലാത്ത പാമ്പുകൾക്കും ആര് പാമ്പ് കടിച്ചു വന്നാലും നൽകാൻ പറ്റിയ ഒരു ചികിത്സ അല്ല ആന്റിവെനം ചികിത്സ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ആന്റിവെനം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ 4 പാമ്പുകളുടെയും വിഷം കുതിരകൾ പോലെയുള്ള ജീവികളിൽ കുത്തിവെച്ചിട്ട് ആ കുതിരകൾ അതിനെതിരെ എടുക്കുന്ന പ്രത്യൗഷധം, കുതിരയുടെ ശരീരം അതിനെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യൗഷധം, കുതിരയുടെ ജീവന് ഹാനിയില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ചിട്ടാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മറ്റു മൃഗങ്ങളിൽ നിന്നും വരുന്ന മരുന്നുകൾക്ക് എപ്പോഴും അലർജി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ 80% പാമ്പുകൾക്കും വിഷമില്ല. അതിൽ തന്നെ വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ വിഷം ഉണ്ടാകണം എന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ പാമ്പുകടിയിലെല്ലാം തന്നെ നമുക്ക് ആന്റിവെനം ചികിത്സ കൊടുക്കാനായിട്ട് കഴിയില്ല. ആന്റിവെനം വളരെ കൂടുതൽ ഡോസിൽ നമ്മൾ കൊടുക്കും. 20 25 വയലൊക്കെയാണ് പലപ്പോഴും ഒരു രോഗിക്ക് തന്നെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അലർജി ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള മരുന്നുകൾ ഇത്ര ഹൈ ഡോസിൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിഷം ഉള്ളിൽ ചെന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് കിട്ടാതെ നമുക്ക് ആന്റിവെനം ചികിത്സ നൽകാനായിട്ട് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കടിച്ചത് വിഷമുള്ള പാമ്പാണെന്ന് തോന്നുന്നു, ആന്റിവെനം നൽകണം എന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് കാര്യമില്ല. വിഷം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് ആന്റിവെനം ചികിത്സ നൽകാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മൾ കരുതേണ്ട മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മുടെ ശരീരത്തിൽ വിഷം ഉള്ളിൽ ചെന്നാൽ അല്ലെങ്കിൽ വിഷമുള്ള ഒരു ദംശനമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എത്രയും വേഗം ആന്റിവെനം ചികിത്സ നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് ജീവൻ രക്ഷിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം. അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ആദ്യം തന്നെ ആന്റിവെനം ലഭ്യമായിട്ടുള്ള ആശുപത്രിയിലേക്ക് വേണം പോകാൻ. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വിഷചികിത്സ ചെയ്യുന്ന ആളുകളുണ്ടാകും, അവർ വളരെ പ്രശസ്തരായിരിക്കും. പക്ഷേ അവരുടെ അടുത്തേക്ക് പോവുകയല്ല വേണ്ടത്. ആന്റിവെനം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ആശുപത്രിയിലേക്കാണ് ആദ്യം പോകേണ്ടത്. മറിച്ച് വിഷമില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഡോക്ടർമാർ എടുക്കുന്നതെങ്കിൽ തുടർ ചികിത്സയ്ക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ ആദ്യം തന്നെ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത ആശുപത്രി ഉണ്ടായിട്ടും ആശുപത്രിയിൽ എത്താതെ പോയി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് പാമ്പിൻ വിഷവുമായിട്ട് ബന്ധപ്പെട്ട് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പ്രാഥമിക ശുശ്രൂഷ പാമ്പിൻ ചികിത്സയ്ക്ക് ഇല്ല.
ആകെയുള്ള പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് ആ ഭാഗം അനക്കാതെ, ആളെ ഭയപ്പെടുത്താതെ ആന്റിവെനം ലഭ്യമായിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിൽ പാമ്പിന് വിഷമുണ്ട് എന്ന് വിചാരിക്കുകയും ആളെ സമാധാനിപ്പിക്കുന്ന കാര്യത്തിൽ പാമ്പിന് വിഷമില്ല എന്നുള്ള രീതിയിൽ ആളെ സമാധാനിപ്പിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം വിഷത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആന്റിവെനം ചികിത്സ തേടുക എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിൽ വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.